അങ്ങനെ കാത്തിരുന്ന് സൺഡേ എത്തി. അപ്പോൾ നമ്മൾ വിചാരിച്ച് ആസ് യൂഷ്വൽ ബാംഗ്ലൂരോട്ട് പോയാലോ എന്ന്. അങ്ങനെ ഇന്ന് കുറച്ച് പർച്ചേസ് ചെയ്യണം എന്ന് ഇതാക്കിയിട്ടാണ് പോയത്. ചുമ്മാ തെണ്ടിത്തിരിയാൻ പോയതല്ല. നമ്മുടെ സാലറിയൊക്കെ എത്തി, ഫസ്റ്റ് സാലറിയാണ്, അപ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങണ്ടേ. അങ്ങനെ എനിക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വാങ്ങേണ്ട ഒരു കാര്യമായിരുന്നു സ്പെക്സ്. ഓൾറെഡി എനിക്ക് സ്പെക്സ് ഉണ്ട്, പക്ഷെ ഞാൻ വെക്കാറില്ല. എനിക്ക് എൻ്റെ സ്പെക്സ് ഇഷ്ടമല്ല, അപ്പോൾ പുതിയത് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ്. അങ്ങനെ ലാസ്റ്റ് എനിക്ക് 2 ഇഷ്ടപ്പെട്ടു. പിന്നെ ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. അങ്ങനെ അമ്മേനെയൊക്കെ വീഡിയോ കോൾ ചെയ്ത് കാണിച്ച്. കുറച്ചും കൂടെ എനിക്ക് ബ്ലാക്ക് ആയിരുന്നു ഇഷ്ടപ്പെട്ടത്, പക്ഷേ ബഡ്ജറ്റ് അത്ര ഇല്ലാത്തതുകൊണ്ട് അതങ്ങ് വെച്ച്. അങ്ങനെ അവസാനം ഈ ഒരു സ്പെക്സാണ് ഞാൻ സെലക്ട് ആക്കിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നമ്മൾ വെസ്റ്റ് സൈഡിൽ പോയിട്ടുണ്ടായിരുന്നു. സോ അവിടെ നിന്ന് എനിക്ക് പർച്ചേസ് ചെയ്യണമെന്ന് വലിയ പ്ലാനിങ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ ചേട്ടനൊരു ഷൂസൊക്കെ നോക്കാനുണ്ടായിരുന്നു. പിന്നെ സ്റ്റുഡിയോയിൽ പോയി. പിന്നെ എനിക്ക് ഈ ടീഷർട്ട് എടുത്തോളാൻ വയ്യ, അങ്ങനെ ഈ ടീഷർട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊരു കുട്ടി ഗിഫ്റ്റാണ്. ഇത് ചേട്ടൻ വാങ്ങി തന്നതാണ്. ഞാൻ രാഖി കെട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു രക്ഷാബന്ധൻ്റെ അന്ന്, അപ്പോൾ എനിക്ക് ഗിഫ്റ്റ് തന്നതാണ്. പിന്നെ നമ്മൾ ഇങ്ങനെ ഇറങ്ങാൻ നോക്കിയപ്പോഴേക്കും ഭയങ്കര മഴ. പിന്നെ ഒരു ഊബർ എടുത്ത് നെഹദി മന്തിയിൽ പോകാനായിരുന്നു പ്ലാന്. ലൈക്ക് മന്തി കഴിച്ചോളാൻ വയ്യ. ഞാൻ മന്തിയൊക്കെ കഴിച്ചിട്ടൊരു 2 മാസമൊക്കെ ആയി. അങ്ങനെ മടിവാളയിലുള്ള നെഹദി മന്തിയിലോട്ട് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത്, ലൈക്ക് ഇതായിരുന്നു അവിടുത്തെ അവസ്ഥ. എല്ലാം മലയാളികളാണ്. അതുപോലെ ഇതിൻ്റെ തിരക്ക് എനിക്കറിഞ്ഞൂടെ, അത്രയും തിരക്കായിരുന്നു. പിന്നെ നമ്മൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് മലബാർ മഖാനി എന്ന് പറഞ്ഞൊരു കടയുണ്ട്, അപ്പം അവിടെ പോകാമെന്ന് വിചാരിച്ച്. അങ്ങനെ അവിടെ നോക്കിയപ്പോഴേക്കും നമ്മുടെ ബാക്കി ഫ്രണ്ട്സ് എവിടെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ നമ്മളും മന്തി പറഞ്ഞു. എൻ്റെ പൊന്നോ, എനിക്കൊന്നും പറയാനില്ല, സ്വർഗമായിരുന്നു. ലൈക്ക് ആ ഫസ്റ്റ് ബൈറ്റൊക്കെ എടുത്തപ്പോഴേ കണ്ണിൽ കൂടെ അങ്ങ് വെള്ളം വന്ന്, അത്രയും ടേസ്റ്റായിരുന്നു. അതിനുശേഷം നമ്മൾ പിന്നെ തിരിച്ചുള്ള ബസ്സിൽ കയറി. അങ്ങനെ ഹൊസൂർ ബസ് സ്റ്റാൻഡിലെത്തിയപ്പോഴേക്കും അടുത്ത കോമഡി. ലൈക്ക് ബസ്സും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, നല്ല മഴയും. അവസാനം ബസ് കിട്ടിയപ്പോൾ അതെടുക്കാൻ പിന്നെ ഒരു അരമണിക്കൂറൊക്കെ വൈകും. പിന്നെ നമ്മൾ വിചാരിച്ച് എന്തുകൊണ്ട് മഴയത്ത് ഇങ്ങനെ വൈബടിച്ച് നടന്നുകൂടാന്ന്. അങ്ങനെ വൈബടിച്ച് നമ്മുടെ ബേക്കറിയിലെത്തി. അവിടെ നിന്ന് ഒരു കട്ടനും കുടിച്ചിട്ട് നമ്മൾ പിരിഞ്ഞു. പിന്നെ നമ്മൾ നാട്ടിൽ പോകാനായിട്ട് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തു, എന്നിട്ട് കിടന്നുറങ്ങി. അപ്പോൾ ഇതൊക്കെയുള്ളൂ. ബൈ.